അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ ലോകം വിറയ്ക്കുമ്പോൾ ഇന്ത്യ ഒരു നിശബ്ദ വിപ്ലവം നടത്തുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ആവർത്തിച്ചപ്പോഴും ഇന്ത്യ പതറിയില്ല. അമേരിക്ക വാതിലുകൾ അടയ്ക്കാൻ നോക്കുമ്പോൾ ഇന്ത്യ പുതിയ 1000 വാതിലുകൾ തുറക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിരുന്നു ചൈനയുമായുള്ള വ്യാപാര നീക്കങ്ങൾ. അതിർത്തിയിൽ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും വ്യാപാര മേഖലയിൽ ഇന്ത്യ ചൈനയെ തന്ത്രപരമായി വരുതിയിലാക്കുകയായിരുന്നു. ഈ നീക്കങ്ങളിലൂടെ ഇന്ത്യ നേടിയ നേട്ടങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. ചൈനയുമായി നമുക്ക് അതിർത്തി തർക്കങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ വിയോജിപ്പുകളുമുണ്ട്. എന്നാൽ വ്യാപാരത്തിൽ വികാരത്തിനല്ല വിവേകത്തിനാണ് സ്ഥാനമെന്ന് ഇന്ത്യ തെളിയിക്കുകയായിരുന്നു. നടപ്പു വർഷം മാത്രം ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ 33% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ പോലും ഇന്ത്യ ചൈനയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് എന്നത് വളരുന്ന ഇന്ത്യൻ സാങ്കേതിക മികവിൻ്റെ അടയാളം തന്നെയാണ്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളുടെ കയറ്റുമതിയിൽ ഉണ്ടായത് അമ്പരപ്പിക്കുന്ന വളർച്ചയാണ്. പാശ്ചാത്യ വിപണികളിലെ തിരിച്ചടി ഇന്ത്യയെ തളർത്തിയില്ല, പകരം കിഴക്കൻ വിപണികളിൽ ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചു. ബ്ലാക്ക് ടൈഗർ ഷ്രിംപ്, വനാമി ചെമ്മീൻ എന്നിവയ്ക്ക് ചൈനീസ് വിപണിയിൽ ഇന്ന് വൻ ഡിമാൻഡാണ്. കൂടാതെ ഉണക്കമുളക് മുതൽ വിവിധ ഇനം പയർവർഗ്ഗങ്ങൾ വരെ ഇന്ത്യ ചൈനീസ് അടുക്കളയിലേക്ക് എത്തിക്കുന്നു. അലുമിനിയം, കോപ്പർ എന്നിവയുടെ കയറ്റുമതിയിലൂടെ കോടികളാണ് ഇന്ത്യ സമ്പാദിക്കുന്നത്. അമേരിക്ക വാതിലുകൾ അടയ്ക്കുമ്പോഴും ചൈന എന്ന വിപുലമായ വിപണി ഇന്ത്യക്ക് മുന്നിൽ തുറക്കപ്പെട്ടു എന്നത് യാദൃച്ഛികമല്ല, മറിച്ച് അത് കൃത്യമായ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണ്. ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോഴും ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് സുരക്ഷിതമാണ്. ട്രംപിൻ്റെ താരിഫ് ഇന്ത്യയെ പേടിപ്പിക്കില്ല, കാരണം ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിർമ്മാണ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി ലോകം കാത്തിരിക്കുന്നു. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നതാണ് യഥാർത്ഥ നയതന്ത്രം. ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇന്ത്യ കൂടുതൽ ശക്തമായ ചുവടുകൾ വയ്ക്കുന്നു. ചൈനയുമായി രാഷ്ട്രീയമായി കൊമ്പുകോർക്കുമ്പോഴും സാമ്പത്തികമായി അവരെ കൂടെ നിർത്തി ലാഭമുണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ഇത് പുതിയ ഇന്ത്യയുടെ കരുത്താണ്.